നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കർണാടക എൻട്രൻസ് എക്സാംസിന്റെ അടുത്തൊരു അപ്ഡേറ്റ് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം CBSEയുടെയും ICSEയുടെയും റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്ത മുറയ്ക്ക് KEയുടെ ഭാഗത്തും ഒരു അനൗൺസ്മെന്റ് നൽകിയിട്ടുണ്ട്. അതായത് CBSE ICSE സ്റ്റുഡൻസ് ഇതിനോടകം തന്നെ +2 റിസൾട്ടുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പല കുട്ടികളും പേരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർണാടകയുടെ എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റുകൾ ഇടുന്നത് +2 മാർക്കുകളും അതുപോലെ തന്നെ നമ്മൾ എഴുതിയ എൻട്രൻസ് എക്സാമിന്റെ മാർക്കുകളും ഒരുമിച്ച് പരിഗണിച്ചിട്ടാണോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ +2-ൽ എത്രയാണോ സ്കോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ 50% മാർക്കോടുകൂടി ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയുള്ള സബ്ജക്റ്റുകൾ പാസ്സാകണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ +2 പരീക്ഷ നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ മാർക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. പല കുട്ടികളോടും പേരൻസിനോടും ഏജന്റുമാരൊക്കെ പറഞ്ഞതൊക്കെ അനുസരിച്ച് +2 മാർക്കുകളും എൻട്രൻസ് എക്സാമിന്റെ മാർക്കുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ 50-50 ആയിട്ട് എടുത്ത് അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റുകൾ ഇടുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ +2 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരെ പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ അപ്ഡേറ്റുകൾ ചെയ്തു കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ പാസ് ഔട്ടായ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് ഡിജി ലോക്കറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കുട്ടികൾക്കും പല ടെക്നിക്കൽ പ്രോബ്ലംസ് കൊണ്ടും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു അവസരം ആ കുട്ടികൾക്കും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കേരള സിലബസിലെ +2 റിസൾട്ടുകൾ വരുന്ന മുറയ്ക്ക് ആ കുട്ടികളും ഈ പറയുന്ന രീതിയിൽ തന്നെ മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർണാടക എൻട്രൻസ് എക്സാമിന്റെ അലോട്ട്മെന്റ് ഗൈഡൻസിന് നിരവധി കുട്ടികൾ ഇതിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഏതെങ്കിലും കുട്ടികൾക്ക് കർണാടക എൻട്രൻസ് എഴുതിയേക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ഗൈഡൻസ് വഴി മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഗൈഡൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസിനോടൊപ്പം തന്നെ മറ്റുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങളെല്ലാം ലഭിക്കുകയും ഏറ്റവും മികച്ച കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ അലോട്ട്മെന്റും ഈ ബാച്ചിലെ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും മികച്ച തീരുമാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും കർണാടകയുടെ എൻട്രൻസ് എക്സാംസിന്റെ അലോട്ട്മെന്റ് ഗൈഡൻസ് ബാച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. അഥവാ നിങ്ങൾ എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ടില്ലെങ്കിൽ എൻട്രൻസ് എഴുതാതെയും നമുക്ക് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് മികച്ച മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ചെറിയ ഫീസിൽ തന്നെ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. +2 റിസൾട്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് എങ്ങനെയാകും അതിൻ്റെ സാഹചര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മുന്നോട്ട് വരും തോറും നമുക്കറിയാം ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫീസുകൾ ഉയർത്തുകയും അഡ്മിഷനൊക്കെ ക്ലോസ് ആകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റി എത്രയാണോ, എത്രത്തോളം നിങ്ങൾക്ക് ഫീസ് നൽകാൻ സാധിക്കും, അതിനെ ആസ്പദമാക്കി ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് തന്നെ അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.